ഡോക്ടർ റോസനാര ബീഗം നമുക്കൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. KGM-CT പ്രതിനിധിയാണ്. ഡോക്ടർ റോസനാര ബീഗം, സർക്കാർ സിസ്റ്റത്തിലെ പ്രശ്നം പരിഹരിക്കലാണോ ചെയ്യേണ്ടത്, അതോ ഡോക്ടർ ഹാരിസ് തിരക്കലിനെതിരെ നടപടിയെടുക്കലാണോ ചെയ്യേണ്ടത്? സിസ്റ്റത്തിലുള്ള ഇഷ്യൂസ് ആണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ വന്നിരിക്കുന്നത് സ്വാഭാവികമായ ഒരു വകുപ്പ് തല വിശദീകരണം തേടൽ മാത്രമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടികൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ സിസ്റ്റം ചേഞ്ച് ചെയ്യാനുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് ഉണ്ടായേ പറ്റൂ. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും അങ്ങനെ നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ സംഘടനയ്ക്ക് അതിൽ ശക്തമായി ഇടപെടേണ്ടി വരും. ഇപ്പോൾ ഇന്നലെ കൊടുത്തിരിക്കുന്ന മെമ്മോ വിശദീകരണം ചോദിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് ഡോക്ടർക്ക് നൽകിയിരിക്കുന്ന മെമ്മോ, ആ മെമ്മോയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, സമൂഹ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ അപകീർത്തിപ്പെടുന്ന തരത്തിൽ പ്രതികരിച്ചു. അത് ഡോക്ടർ തന്നെ പറയുന്നുണ്ട്. ഇത് പറയാതെ മറ്റു വഴിയില്ല, അക്കാര്യത്തിൽ ചട്ടലംഘനമുണ്ട് എന്ന് എനിക്കറിയാം, നടപടി വന്നോട്ടെ, ആ നടപടി നിസ്സാരമായ നടപടിയായിരിക്കും എന്ന് നമുക്ക് അറിയുന്നതാണ്. പക്ഷേ രണ്ടാമത്തെ ഭാഗം എന്നത് ശസ്ത്രക്രിയ മനഃപൂർവ്വമായി ഡോക്ടർ ഹാരിസ് തിരക്കൽ മുടക്കി എന്നതാണ്. അവിടെ ഉപകരണമില്ല, പുറത്തുനിന്ന് വാടകയ്ക്ക് 1000 രൂപയ്ക്ക് പോലും ചില ഉപകരണങ്ങൾ കിട്ടും, അവയ്ക്ക് ക്വാളിറ്റി ഇല്ല. കമ്പനി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് അവയുപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തരുത് എന്ന്. ഉപകരണങ്ങളില്ലാത്തതിനാൽ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നു എന്നതാണ് ഡോക്ടർ വിശദീകരിക്കുക. പക്ഷേ ഡോക്ടർ ഹാരിസ് തിരക്കൽ മനഃപൂർവ്വമായി ശസ്ത്രക്രിയ നടത്തിയില്ല എന്ന് പറയുമ്പോൾ ഗൗരവമുള്ള ഒന്നല്ലേ, നടപടിക്കുള്ളൊരു ശ്രമമല്ലേ അത്? അതിനുള്ള വിശദീകരണമാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അത് ഈ സമിതിയോട് വിശദീകരിച്ച കാര്യങ്ങളല്ലേ? സമിതിയോട് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനെ ബേസ് ചെയ്താണല്ലോ അവരെ എഴുതി കൊടുത്തിരിക്കുന്നതിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് അത് എഴുതി കൊടുക്കും. ഈ സമിതിയോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു, രേഖകളെല്ലാം കൈമാറി, എന്നിട്ടും സമിതിക്ക് ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? അവിടെയാണല്ലോ ഈ സംശയം. നടപടിക്ക് വേണ്ടിയാണോ ഇങ്ങനെ ഒരു സമിതിയുടെ റിപ്പോർട്ടിൽ ഇത്രയും ഗൗരവമുള്ള ചിലത് കൂടി വന്നത് എന്ന് അങ്ങനെ സംശയിക്കുന്നുണ്ടോ KGM-CT? അല്ല, അങ്ങനെ ഒരു നടപടിക്കുള്ള വിഷയം അതിലില്ല. ഇപ്പോൾ നടപടി ഉണ്ടാകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് KGM-CT. അതെ. നടപടി ഉണ്ടായാൽ എന്തായിരിക്കും തുടർ നീക്കം, തുടർ ഇടപെടൽ എങ്ങനെയാകും? അല്ല, ഉണ്ടായാൽ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ് നമ്മൾ അതിൽ സ്ട്രോങ് ആയിട്ട് ഇടപെടുന്നുള്ളത്. അത് എങ്ങനെ വേണം എന്നുള്ളത് ഞങ്ങൾ എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിക്കുന്നതായിരിക്കും. എന്തായാലും പരിപൂർണമായി ഡോക്ടർ ഹാരിസ് തിരക്കലിനൊപ്പമാണ് KGM-CT. അതെ അതെ. നന്ദി. ഡോക്ടർ റോസനാര ബീഗം, KGM-CT നേതാവാണ്. കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ KGM-CT നേതാവാണ്.